ഹലോ ഹായ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ കേർവ്സ്. ഈ ട്രാൻസിഷൻ കേർവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ചെറിയൊരു ഐഡിയ എന്താണ് ട്രാൻസിഷൻ കേർവ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ട്രെയിറ്റ് റോഡ് ഉണ്ടാവും. ഈ സ്ട്രെയിറ്റ് റോഡിനെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി സർക്കുലർ കേർവ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഹൊറിസോണ്ടൽ കേർവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് സ്ട്രെയിറ്റിൽ വരുന്ന വണ്ടികൾ ഈ ഒരു സർക്കുലർ കേർവിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കർവിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വളച്ച് ഒടിച്ചെടുക്കുന്ന സമയം വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവാം. അതേ സമയത്ത് ആക്സിഡന്റിന് സാധ്യതയുണ്ട്. ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഗ്രാജുവലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പെട്ടെന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്നതിന് പകരം പെട്ടെന്ന് നമ്മൾ വെട്ടിത്തിരിക്കുന്നതിന് പകരം ഗ്രാജുവലി ആ ഡയറക്ഷൻ തിരിച്ച് വളച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് സാധനം ഉണ്ടായിരിക്കും, ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കണം, അല്ലേ? ഈ സർക്കുലർ കർവിൻ്റെയും ഈ സ്ട്രെയിറ്റ് പോർഷൻ്റെയും, ഇവിടെ നമുക്ക് നോക്കാം, സ്ട്രെയിറ്റ് പോർഷൻ്റെയും സർക്കുലർ കർവിൻ്റെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പോർഷന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നത് ഗ്രാജുവലി ഈ ഒരു സർക്കുലർ കർവിൻ്റെ റേഡിയസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ ഒരു റോഡിൻ്റെ റേഡിയസ്, അല്ലെങ്കിൽ ഈ ഒരു കർവിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് റേഡിയസ് ആയിരിക്കും, കാരണം സ്ട്രെയിറ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു മിനിമം റേഡിയസ് ഉണ്ടാവും. ഈ സർക്കുലർ കർവിനൊരു റേഡിയസ് നമ്മൾ ആദ്യം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റേഡിയസ് ഓഫ് ദ ഹൊറിസോണ്ടൽ കർവ്. ആ റേഡിയസ് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടാവും, അല്ലേ? അവിടേക്ക് എത്തണം. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഈ ഒരു സ്ട്രെയിറ്റ് പോർഷനെ ഈ ഒരു റേഡിയസിലേക്ക് കൊണ്ടുവരികയാണ് ഗ്രാജുവലി. അപ്പോൾ റേഡിയസ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇൻട്രഡക്ഷനും ഗ്രാജുവലി നടക്കും. അങ്ങനെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ലിങ്കിങ് പോർഷനെയാണ് ട്രാൻസിഷൻ കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. The non-circular curve provided between the straight and circular curve, which is of having varying radius, decreasing from infinity at the straight end, ഇവിടെയാണ് infinity, to the desired radius of the circular curve at the other end, ഇവിടെ desired radius, for the gradual introduction of centrifugal force is known as a transition curve. അപ്പോൾ ഈ സർക്കുലർ കർവിന്റെ സ്ട്രെയിറ്റ് പോർഷന്റെ ഇടയിലുള്ള ഒരു curve portion ആണ് transition curve, which is used to introduce the centrifugal force gradually, which is having a radius infinity at this point and the recorded radius of the circular curve at this point. Okay, clear അല്ലേ? ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് എണ്ണി നോക്കാം. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ ഇൻട്രഡക്ഷൻ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഗ്രാജുവലി. എന്തിനു വേണ്ടിയാണ്? To avoid sudden jerk on the vehicle and also to increase the comfort of the passengers. Then, to enable the driver to turn the steering gradually for his own comfort and security. പെട്ടെന്ന് വെട്ടിത്തിരിക്കുന്നതിന് പകരം ഗ്രാജുവലി വണ്ടീൻ്റെ സ്റ്റിയറിംഗ് തിരിക്കാം. Then to provide a gradual introduction of the superelevation. സൂപ്പർലെവേഷൻ പറഞ്ഞു, വളവുകളിലാണ് സൂപ്പർലെവേഷൻ കൊടുക്കുക. സെൻട്രൽ പോർഷനിലേക്ക് എത്തുന്ന വഴിക്ക് അവിടെ ഔട്ടർ റോഡ് സർഫസ് പൊങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു പൊക്കൽ ഗ്രാജുവലായിട്ട് കൊണ്ടുവരാൻ ഈ ഒരു ട്രാൻസിഷൻ കർവ് ആവശ്യമാണ്. ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ കർവ് ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർലെവേഷനിൽ, കർവിൽ മാത്രമേ സൂപ്പർലെവേഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ സീറോ കർവാണെങ്കിൽ, സീറോ റേഡിയസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ സൂപ്പർലെവേഷൻ വേണ്ട. പിന്നെ റേഡിയസ് കൂടി വരുമ്പോൾ, റേഡിയസ് കുറഞ്ഞു വരുമ്പോൾ സൂപ്പർലെവേഷൻ ഗ്രാജുവലി കൊടുത്തിരിക്കണം. അപ്പോൾ അത്രയും ഈ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്തിലാണ് ഈ സൂപ്പർലെവേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. So in order to provide a gradual introduction of the superelevation, a transition curve is required. അതേപോലെ to provide a gradual introduction of the extra widening. ഈ എക്സ്ട്രാ വൈഡനിങ് സംഭവിക്കുന്നത് വളവുകളിൽ മാത്രമാണ്. അപ്പോൾ ആ വളവുകളിലും ഈ ഒരു എക്സ്ട്രാ വൈഡനിങ് ഗ്രാജുവലി കൊണ്ടുവരാൻ ഈ ഒരു ട്രാൻസിഷൻ കർവ് എന്നൊരു പോർഷൻ അവിടെ ആവശ്യമാണ്. Then to enhance the aesthetic appearance of the road. പെട്ടെന്നുള്ള വളവുകൾക്ക് പകരം വളരെ ഗ്രാജുവൽ സ്മൂത്ത് ആയിട്ടുള്ള ടേണിംഗ് ആകുമ്പോൾ ലോങ് വ്യൂവിൽ കാണാൻ നല്ല രസമായിരിക്കും, അല്ലേ? സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതൊന്ന് ശരിക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഇങ്ങനെ തന്നെ ചോദിക്കാവുന്നതാണ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. 5 points are the 5 marks. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ കർവ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 തരത്തിലാണ്: സ്പൈറൽ ഓർ ക്ലോത്തോയിഡ്,
then cubic parabola and lemniscate. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വളരെ നിർബന്ധമാണ്. ഫിഗർ വരച്ചിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ജസ്റ്റ് പേര് കൊടുക്കുക, ഈ ഒരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് ഇതാണ് സ്പൈറൽ. സ്പൈറൽ വിൽ ബി സ്റ്റാർട്ടിങ്, ദിസ് ഇസ് ദ 0 പോയിന്റ്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സിലെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വൈയിലെ വ്യത്യാസം എന്നാണ് കാണിക്കുന്നത്. സോ ദിസ് ഈസ് ദ സ്പൈറൽ വൺ, ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ് ആൻഡ് ഒരു സ്പ്രിങ് പോലെ ചുരുണ്ട് വരികയാണ്, നമ്മളെ ഒച്ചിനൊക്കെ പോലെ ചുരുണ്ട് വരികയാണ്. ദാറ്റ് ഇസ് ദ സ്പൈറൽ വൺ. നെക്സ്റ്റ് ഈസ് ദ ക്യൂബിക് പാരബോള, ഇറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്, ഉണ്ടോ ഇങ്ങനെ മൂവ് ചെയ്യും. And the third one is lemniscate, again starting from this O point, then it is moving like this, ഒരു കയറുകൊണ്ട് ഒരു കുടുക്കിട്ട പോലെ ഉണ്ടല്ലേ ഇങ്ങനെ. This is the lemniscate. ഇത് മൂന്നാണ് സാധാരണ കൊടുക്കുന്ന ജോമെട്രി മൂന്നെണ്ണം. ഇതിൽ IRC റെക്കമെൻഡ് ചെയ്യുന്ന സ്പൈറൽ ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ട്രാൻസിഷൻ കർവ് ബിക്കോസ് ഇറ്റ് ഫുൾഫിൽസ് ദ റിക്വയർമെന്റ് ഓഫ് എൻ ഐഡിയൽ ട്രാൻസിഷൻ കർവ്. എന്തൊക്കെയാണ് ഐഡിയൽ ട്രാൻസിഷൻ കർവിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ഈസ് കൺസിസ്റ്റന്റ്. ആ സ്പൈറലിൽ ഈ ആക്സലറേഷന്റെ ചേഞ്ച് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ആക്സലറേഷൻ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ വളരെ ഗ്രാജുവൽ ആയിട്ട് കൂട്ടി വരികയാണ്, ഗ്രാജുവൽ ആണ്. അപ്പോൾ ഈ വണ്ടി അതിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്സലറേഷൻ വരുന്നുണ്ട്, സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യില്ല, അത്ര സ്മൂത്ത് ആയിരിക്കും. ആൻഡ് ദ കാൽക്കുലേഷൻ ആൻഡ് ഫീൽഡ് ഇംപ്ലിമെന്റേഷൻ ഈസ് വെരി ഈസി ഇൻ ദാറ്റ്. ഫീൽഡിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഈ സ്പൈറൽ വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. സോ IRC റെക്കമെൻഡ്സ് എ സ്പൈറൽ ട്രാൻസിഷൻ കർവ്, എ ബെറ്റർ വൺ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ കർവ് നമ്മൾ പണ്ട് സ്ട്രെയിറ്റ് പോർഷനിൽ നിന്ന് കർവിലേക്ക് കടക്കുന്ന ആ ലെങ്ത്, അതിനാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. അവർ എയിം ഈസ് ടു ഡിസൈഡ് അല്ലെങ്കിൽ ഡിഫൈൻ ഓർ ഡിസൈൻ ദാറ്റ് ട്രാൻസിഷൻ കർവ്. ദർ ആർ 3 മെത്തേഡ്സ്. ഈ 3 കേസിലും ഏതാണോ കൂടിയ വാല്യൂ വരുന്നത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. നേരത്തെ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ജെർക്കിംഗ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ്റെ റേറ്റ് ഈസ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഡിസൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ കർവ് ആണ്. അപ്പോൾ ഓരോ കർവിലും പല രീതിയിലായിരിക്കാം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചേഞ്ച് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൊണ്ടുവരാൻ എത്ര ലെങ്ത് വേണം എന്നാണ് ഇവിടെ നോക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. നമ്മൾ സൂപ്പർ എലിവേഷൻ പറഞ്ഞു വളവുകളിൽ കൊടുക്കണം. അതും ഈ പറഞ്ഞ അളവിലേക്ക് എത്താൻ എത്ര ലെങ്ത്തിലാണ് ഇത് ഗ്രാജുവലി കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതിൻ്റെ രീതിയിലും ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ദർ ഇസ് എൻ എംപിരിക്കൽ ഫോർമുല, സ്റ്റാൻഡേർഡ് ഫോർമുല ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ആൻഡ് ദാറ്റ് ഈസ് എംപിരിക്കൽ ഫോർമുല. ഇത് 3 ഫോർമുലയും വെച്ചിട്ട് അല്ലെങ്കിൽ 3 കേസും നോക്കിയിട്ട് ഏതാണോ കൂടിയ വാല്യൂ അതാണ് നമ്മൾ ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുക. ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ്റെ ഫോർമുല mv²/r ആണെന്ന് അറിയാം. സാധാരണ ഫോഴ്സിൻ്റെ ഫോർമുല m×a ആണ്. അപ്പോൾ ഇവിടെ ആക്സലറേഷന് പകരം v²/r എന്നുള്ളൊരു സാധനം വന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ r റേഡിയസ് ഇൻഫിനിറ്റി ആകുന്ന സമയത്ത്, ദാറ്റ് ഈസ് അറ്റ് ദ സ്ട്രെയിറ്റ് പോർഷൻ, ട്രാൻസിഷൻ കർവ് സ്ട്രെയിറ്റ് പോർഷനിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് r ഇൻഫിനിറ്റി ആയിരിക്കും, അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും, ഉറപ്പായിരിക്കുമല്ലോ. കർവിലേക്ക് കടക്കുമ്പോഴേ ഈ ആക്സലറേഷൻ കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ഗ്രാജുവലായിട്ട് കൊണ്ടുവരുമ്പോൾ ഡിസ്കംഫർട്ട് കുറവായിരിക്കും. ആ രീതിയിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. So for that consideration, the length of the transition curve is given by this equation 0.0215 v³/cr, where c is the rate of change of centrifugal acceleration. എത്ര റേറ്റിലാണത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്ര മീറ്ററിൽ ഇത്ര ചേഞ്ച് എന്ന രീതിയിൽ. So 80/75 plus v, where in this both equations v is in km/h. മീറ്റർ പെർ സെക്കൻഡ് അല്ല, km/h ആണ് ഇവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ. ആൻഡ് c is limited between 0.5 and 0.8. അപ്പം നമുക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാല്യൂ ഡിസൈൻ സ്പീഡ് ഇൻ km/h വെച്ചിട്ട് c കണ്ടുപിടിക്കുന്നു. ആ c ഈ ലിമിറ്റിനുള്ളിൽ ആണോ ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ളിൽ എടുത്ത് ഇതിനുള്ളിൽ ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് വേണം ബാക്കി പ്രോസസ് ചെയ്യാൻ. Generally it will be below this, within this range. Now c is applied here. R is the radius of the circular transition curve and v in km/h. ഇത് 3 ചെക്ക് കഴിഞ്ഞാൽ ls കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡിൽ ls കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സൂപ്പർ എലിവേഷൻ. ഇവിടെ
E is the super elevation. N എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്. ഇത് വെച്ചിട്ട് അവിടുത്തെ this equation is En by 2 into W plus WE, where this is the total width. W എന്നുള്ള width plus extra widening. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ ആദ്യത്തെ കേസ് പറയുന്നത് if the payment is rotated about the center line, center line ബേസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ LS is equal to En by 2 into W plus WE. If it is rotated about the inner edge, En into W plus WE. നമുക്കറിയാം ഈ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സെൻട്രൽ ലൈനിന്റെ ബേസിൽ പേയ്മെന്റ് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ടർ ലൈൻ ഇന്നർ എഡ്ജിന്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. Then the third method is according to the empirical formula. A formula is given as LS is equal to 2.7 V square by R, where V is the speed in kilometer per hour, and that is for the plain and rolling terrain. സാധാരണ റോഡുകളിൽ. അതേ സമയത്ത് ഒരു ഹില്ലി ഏരിയയിൽ മൗണ്ടൈനീസ് അല്ലെങ്കിൽ സ്റ്റീപ്പ് ടെറൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V square by R. ഇപ്പം ഇതിൽ ഈ മൂന്ന് വാല്യൂസ് 1, 2, 3 കേസസ് നമ്മൾ എടുത്തു. അതിൽ ഹയസ്റ്റ് വാല്യൂ ആണ് LS ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് പഠിച്ചു. ഇതിന് വേറൊരു ടേം ഉള്ളത് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഇൻ ദ ട്രാൻസിഷൻ കർവ്. ഇപ്പോൾ ഒരു ഫിഗറിൽ നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ശരിക്കും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ റോഡ് ലൈൻ വന്നു. അതിനെ ഇങ്ങനെ ആണ് ടേൺ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പക്ഷെ ആ കേർവ് ഇവിടെ ഷാർപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ തന്നെ ട്രാൻസിഷൻ കേർവ് സ്റ്റാർട്ട് ചെയ്തു. ഈ T1 ഡാഷ് എന്നൊരു ട്രാൻസിഷൻ കേർവ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം അവിടെ റേഡിയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയല്ലോ. ആ റേഡിയസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ട് ശരിക്കും ഇവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന T1 T ഡാഷ് ഉള്ളത്. അത് ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും T2 T2 ഡാഷ് എന്നൊരു ട്രാൻസിഷൻ കേർവ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസിഷൻ കേർവ് ഇവിടേക്ക് മുട്ടുന്ന സമയത്ത് ഈ ഒറിജിനൽ കേർവ് ഇവിടെ ഉള്ളത് കുറച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഇൻ എഫക്റ്റ് ശരിക്കും നമ്മളെ പാത്ത് ഇങ്ങനെയായിരുന്നു. അത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാക്കി മാറ്റി. ഒന്ന് ഫ്ലാറ്റൻ ദ കർവായി മാറി അല്ലേ. ഇവിടെ ഈ കർവ് അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ ഫ്ലാറ്റൻ ദ കർവ്, ഒന്ന് ഫ്ലാറ്റൻ ആക്കി, ഒന്ന് പരത്തി ആ കർവിനെ. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ ജോമെട്രിയിൽ ദർ വിൽ ബി എ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ഇന്നർ പോർഷൻ ഓഫ് ദ കർവ്. ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഷിഫ്റ്റ് ഇൻ ദ ട്രാൻസിഷൻ കർവ്. Due to the application of the transition curve on both sides of the circular curve gets shifted towards the inner side, and this shift is called the lateral shift in the transition curve, അല്ലെങ്കിൽ shift in the transition curve എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഈ കർവിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ഈ ട്രാൻസിഷൻ കർവ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒറിജിനൽ കർവ് കുറച്ചൊന്ന് താഴോട്ട്, മീൻസ് ഇന്നർ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ദ ട്രാൻസിഷൻ കർവ്. Clear അല്ലേ? And for that the equation is S is equal to shift is equal to LS square by 24R, where LS is the length of the transition curve. അപ്പോൾ നേരത്തെ നമ്മൾ 3 കേസസ് പഠിച്ചു. അതിലെ കൂടിയ വാല്യൂ ആണ് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്. അത് ഉപയോഗിച്ചിട്ട് ദ ഷിഫ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഇസ് ദ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. ഇത് അടുത്തൊരു ടേം ആണ്. സെറ്റ് ബാക്ക്, ബാക്കോട്ട് സെറ്റ് ചെയ്യുക, ബാക്കോട്ട് നിൽക്കുക, ഉള്ളോട്ട് നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ കർവ് നോക്കാം. നമുക്ക് ഏതൊരു റോഡാണെങ്കിലും മിനിമം SST ഉണ്ടായിരിക്കണമല്ലോ. എന്താണ് SST? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തി സേഫായിട്ട് നിർത്താൻ വേണ്ട മിനിമം സ്ഥലം മിനിമം ദൂരം എന്നതാണ് SST ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കേർവിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറെ ദൂരെ വണ്ടികൾ കാണാം. അപ്പോൾ ഇവിടെ ഇതാണ് SST is measured along the road. ഈ കർവേച്ചറിൽ കൂടിയാണ് മെഷർ ചെയ്യുക. പക്ഷെ നമ്മുടെ കാഴ്ച, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ആൾക്ക് ഇവിടെയാണ് SSTന്റെ മിനിമം ഡിസ്റ്റൻസ് വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള വണ്ടി കാണണമെങ്കിൽ അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റിൽ വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ റോഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്. ഈ ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ബിൽഡിങ്സോ മറ്റ് കുന്നുകളോ മരങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം.
So that is the distance from the center line of the roadway to an obstruct in the inner side so that the minimum SSD is available. ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഇല്ലാത്ത കുറേ കർവുകൾ നമുക്ക് കൊണ്ടോട്ടി കാലിക്കറ്റ് ഹൈവേയിൽ കാണാൻ പറ്റും. ചില വളവുകളിലൊക്കെ അവിടെ ആ വളവുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ബിൽഡിംഗ് കാണാം. ആ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ വളവിൻ്റെ മറ്റേ സൈഡിലെ എന്താണ് വരുന്നത്, അവിടെ ആളുകളുണ്ടോ അല്ലെങ്കിൽ ആൾ ക്രോസ് ചെയ്യുന്നുണ്ടോ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചില ക്രിട്ടിക്കൽ കേർവ്സ് നമ്മളുടെ നാഷണൽ ഹൈവേയിൽ ഫ്രം കൊണ്ടോട്ടി ടു കാലിക്കറ്റ് റൂട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഇനി പോകുന്ന സമയത്ത് ഇതുപോലെ ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള റോഡുകളിലും ഇതേപോലെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ചില ബിൽഡിങ്സിൻ്റെ കോർണേഴ്സ് അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാവും, ചില കുന്നുപോലെ പോർഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ അവിടെ വരുന്ന കാണാം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർ ദർ ആർ സൈറ്റ് ഒബ്സ്ട്രക്ഷൻ ലൈക്ക് ബിൽഡിങ്സ്, കട്ട് സ്ലോപ്പ് ഓർ ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് മാറ്റണം, ഉള്ളോട്ട് മാറ്റേണ്ട വേണം. ഇനി തീരെയും ഒഴിവാക്കാൻ പറ്റാത്ത കോർണേഴ്സ് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് ദാറ്റ്സ് ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് അവിടെ മാറ്റാൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും റോഡിൽ സ്പീഡ് കുറയ്ക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. If it is not possible to provide adequate sight distance on the curves on the existing roads, regulatory signs should be installed to control the traffic suitably. നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്താണെന്നും അതെങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള 2 ഫോർമുലാസ് ആണ്. ആൻഡ് ദാറ്റ് ഫോർമുല ഈസ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ കർവ്. ലെങ്ത് ഓഫ് ദ കർവ് ദാൻ സൈഡ് ഡിസ്റ്റൻസ്. If the length of the curve is greater than the side distance, സൈഡ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് ലെങ്ത് ഓഫ് കർവ് എങ്കിൽ, അത് അത്രയും വലിയൊരു കർവാണ്. സൈഡ് ഡിസ്റ്റൻസ് എന്നത് 10 മീറ്റർ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കർവ് ഏകദേശം 30-40 മീറ്റർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ദിസ് ഈസ് ദ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് m dash is equal to r minus d into cos alpha by 2, where alpha by 2 is 180 s by 2 pi into r minus d. ഈ ഫോർമുലയ്ക്ക് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വെരി മച്ച് റിക്വയർഡ്. Then if the length of the curve is less than the side distance, side distance കുറവാണ് length of the curve, അങ്ങനെയാണെങ്കിൽ the setback distance is equal to another formula is there. Again ഈ ഫോർമുലയും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് setback distance കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഓക്കെ, വേറൊരു ടെർമിനോളജി ഒരു കർവിൽ നമുക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കർവ് റെസിസ്റ്റൻസ്. റെസിസ്റ്റ് ചെയ്യുക, കർവിൽ ഉണ്ടാവുന്ന അഡീഷണൽ റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്, നമ്മളെ ട്രാഫിക്കിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന മറ്റ് ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് അവിടെ നോക്കുന്നു. ഒരു വണ്ടി മൂവിനെ നോക്കാം. നമുക്കറിയാം ബാക്ക് വീൽ, ദിസ് ഇസ് ദ ബാക്ക്, AB ഈസ് ദ ബാക്ക് വീൽ. ബാക്ക് വീൽ ഡ്രൈവിംഗ് ആണ് ഒരുവിധം എല്ലാ ഹെവി വെഹിക്കിൾസും ഉള്ളത്, അല്ലേ? കാറുകൾക്കൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവിംഗ് ആയിരിക്കും, അതായത് എൻജിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വീലിലായിരിക്കും. ബാക്ക് വീൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് ആൻഡ് വീൽ എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെവി വെഹിക്കിൾസിൻ്റെ കൂടുതലും 99% ഫ്രണ്ട് വീൽ ഫ്രീ ആയിരിക്കും, ബാക്ക് വീൽ ആയിരിക്കും എൻജിൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ബാക്ക് വീൽ വിൽ ബി ഗിവിംഗ് ദ പവർ ടു മൂവ് ദ വെഹിക്കിൾ എഹെഡ്, അല്ലേ? അപ്പോൾ ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുന്ന് ഒരു ട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, മുകളിലേക്ക് ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു ഈ മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് എ T. ഈ ഒരു T ഇവിടെ നല്ല ഡയറക്ഷൻ അനുസരിച്ച് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു കർവിൽ എത്തുന്ന സമയത്ത് മുന്നിലത്തെ വീല് ഈ ഡയറക്ഷനിലൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിയാനാണ്. ലെഫ്റ്റിലേക്ക് തിരിയുന്ന ഒരു കർവ് ആണെങ്കിൽ ഇവിടെ ഈ ഡയറക്ഷനിൽ തിരിയുന്നു. അപ്പോൾ വണ്ടിയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടായി മാറും? ഈ ഡയറക്ഷനിലായിട്ട് മാറും, ഈ RS എന്ന ഡയറക്ഷനിൽ മാറും, അല്ലേ? PQ അല്ലെങ്കിൽ RQ എന്ന ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ RS എന്ന ഡയറക്ഷനിൽ വണ്ടി മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, ഫുൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആ ഒരു പുള്ളിങ് ഫോഴ്സ് ഉള്ളത് T ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് PQ എന്ന ഡയറക്ഷനിലാണ്, പക്ഷേ വണ്ടി മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് എന്തായിരിക്കും? ഇഫ് ദിസ് ആംഗിൾ ഇസ് ആൽഫ, T കോസ് ആൽഫ, അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ T ആണെങ്കിൽ ഇവിടെ നമുക്ക് T കോസ് ആൽഫ എന്ന വാല്യൂ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ. അതൊരു ചെറിയ വാല്യൂ ആയിരിക്കും, ഒരു കോമ്പോണൻറ്റ് മാത്രമാണ്. അപ്പോൾ T എന്ന ഫോഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ T കോസ് ആൽഫ ഉണ്ടാവുന്നുള്ളൂ, അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവുന്നില്ലേ? So that difference T minus T cos alpha is known as the
curve resistance. The loss of the tractive force due to the turning of the vehicle on horizontal curve is termed as the curve resistance, that is equal to T minus T cos alpha. Okay, മനസ്സിലായല്ലോ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഫ്രണ്ട് വീല് ഒരു ഡയറക്ഷനിൽ തിരിക്കുന്നു, ബാക്ക് വീലാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ബാക്ക് വീലിന്റെ ഫോഴ്സ് പ്രകാരം നേരെ പോകണം ഫോഴ്സ്, പക്ഷെ ഇവിടെ ചെരിഞ്ഞാണ് ഇത് വണ്ടി മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ അവൈലബിൾ ആയ കോമ്പണന്റ് എന്ന് പറയുന്നത് ടി കോസ് ആൽഫയാണ്. സോ ദാറ്റ് ഡിഫറൻസ് ഈസ് ദ കർവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഡയറക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഇഫക്റ്റ് അതാണ്. ഇനി വേറെ എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു വണ്ടി മൂവ് ചെയ്യുന്നത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, പക്ഷെ ഇവിടെ ഈ ടയർ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇപ്പൊ ടയറിന്റെ ഡയറക്ഷനിലല്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെ? ടയർ ഡയറക്ഷൻ ഇങ്ങനെയാണ്, പക്ഷെ ഇവിടെ ഫോഴ്സ് തള്ളൽ വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഈ രണ്ട് ടയറിനും ഈ ഡയറക്ഷനിൽ ഒരു സ്ലൈഡിങ്ങിനുള്ള ചാൻസസ് ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ കർവ്സിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ടയറിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരു സ്ലിപ്പിംഗ് അല്ലെങ്കിൽ സ്ലൈഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് ആ ഡയറക്ഷനിലൊരു ലാറ്ററൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അവിടെയും ഒരു ലോസ് വരുന്നു, അല്ലേ? അപ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ടി എന്ന ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, പക്ഷേ ടി കോസ് ആൽഫയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സെയിം സ്പീഡ് സ്ട്രെയിറ്റ് പോർഷനിൽ വരുന്ന അതേ സ്പീഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വണ്ടിക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറച്ച് ലോസ് ഉള്ളത് കൊണ്ട്. സോ ഹയർ ട്രാക്റ്റീവ് ഫോഴ്സസ് എഫേർട്ട് ഈസ് നീഡഡ് വെൻ വെഹിക്കിൾ ഈസ് മൂവിങ് അലോങ് എ കർവേച്ചർ. അപ്പോൾ രണ്ട് തരത്തിലാണ് അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ഒന്ന്, ഈ പറയുന്ന ഫോഴ്സിന്റെ കോമ്പണന്റ് വരുന്നു, ഒരു ലോസ് വരുന്നു. ഫുൾ ട്രാക്റ്റീവ് ഫോഴ്സ് കിട്ടുന്നില്ല, അതിനൊരു കോസ് കോമ്പണന്റ് മാത്രമേ മൂവ്മെന്റ് ഡയറക്ഷൻ കിട്ടുന്നുള്ളൂ. രണ്ടാമത്തത്, ഒരു സ്ലൈഡിങ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വരുന്നു. അപ്പോൾ കൂടുതൽ ട്രാക്റ്റീവ് ഫോഴ്സ് ആവശ്യമുണ്ട്. സോ ദീസ് ടു കർവ് റെസിസ്റ്റൻസ് ടു ബി കൺസിഡേർഡ് വൈൽ പ്ലാനിങ് എ ഹൊറിസോണ്ടൽ കർവ്. ഇതാണ് ഇവിടുത്തെ ഉണ്ടാവുന്ന കർവ് റെസിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് കർവ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം. ദിസ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ ലോസ് ഇൻ ദ ട്രാക്റ്റീവ് ഫോഴ്സ്. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലോസ് ഡ്യൂ ടു ദ ലാറ്ററൽ ഫ്രിക്ഷൻ ഡ്യൂ ടു സ്ലൈഡിങ് ഓഫ് ദ ഫ്രണ്ട് വീൽ. അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, ദാറ്റ് ഈസ് ദ, ഈ ഒരു ഫിഗർ വരയ്ക്കണം, ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ദ കർവ് റെസിസ്റ്റൻസ്. നമുക്ക് ഇതിൽ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാം. ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്, പിന്നെ ഷിഫ്റ്റ്, ദെൻ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഒക്കെ വരുന്നൊരു പ്രോബ്ലമാണ്. ട്രൈ ചെയ്ത് നോക്കാം. സോ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് ആൻഡ് ദ ഷിഫ്റ്റ്. ഷിഫ്റ്റ് മനസ്സിലായല്ലോ, ആ കർവ് മൊത്തം ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ. ഡേറ്റ ഗിവൺ ഈസ് സ്പീഡ് ഈസ് 65 kmph, km/h. Radius of the curve is 220. And then allowable rate of introduction, capital N, is 150. N എന്ന് പറഞ്ഞാൽ 150 ആണ്. 1 in capital N ആണ്. So 1 in 150. The payment width including extra widening, W plus WE equal to 7.5. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം നമുക്ക് LS കണ്ടുപിടിക്കണം. അതിൽ 0.0215 BQ/CR ആണ്. സിന്റെ കണ്ടുപിടിക്കണം. സി ഈ ഒരു ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് സി കണ്ടുപിടിക്കുന്നു. 0.57 ആണ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0.5 and 8. സോ അത് അക്സെപ്റ്റ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് LS കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 47.1 മീറ്റർ. രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് LS കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ ബൈ ദ അലോവബിൾ റേറ്റ് ഓഫ് ഇൻട്രഡക്ഷൻ ഓഫ് സൂപ്പർവല്യൂഷൻ, നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു, EN/2 ഇൻറ്റു ടോട്ടൽ, അല്ലേ? ദാറ്റ് ഫോർമുല ഈസ് ലൈക്ക് ദിസ്. ഇതാണ് ആ ഫോർമുല. അവിടെ അപ്ലൈ ചെയ്യുന്ന സമയം EN/2 ഇൻറ്റു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സ്മോൾ ഇ 0.07 ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, സേഫ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ വാല്യൂ, ഇൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, V²/225R, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, V²/2G. അത് ഉപയോഗിച്ചിട്ട് സ്മോൾ വി ആണെങ്കിൽ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഹിയർ ഈസ് വാല്യൂ ഒപ്റ്റൈൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ് സൂപ്പർവല്യൂഷൻ്റെ ഫോർമുല. വാല്യൂ ഈക്വൽ ടു 0.085, which is greater than 0.07. അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ലിമിറ്റിംഗ് ദ വാല്യൂ ടു 0.07. വീണ്ടും എഫിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു, വെദർ ഇറ്റ് ഈസ് സേഫ്. നമ്മൾ ചെയ്തതാണ്, ഈ ഒരു പ്രോസസ് ചെയ്തതാണ്. എഫിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് 0.08, ദാറ്റ് ഈസ് ലെസ് ദാൻ 0.15 സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പോൾ 0.07 ഇയും കൊടുക്കാം,
ഈ 0.07 കൊടുക്കാൻ പാടുള്ളൂ ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 65 kmph. അതാണ് കിട്ടിയത്. ഇനി ടോട്ടൽ വിഡ്ത്ത് W പ്ലസ് WE 7.5 മീറ്റർ ആണ്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ B എന്ന ഫോർമുല. നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ആ ഫോർമുല ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിൽ ബി ഗെറ്റിംഗ് LS is equal to 39 മീറ്റർ. അപ്പൊ നേരത്തെ ഒരു വാല്യൂ കിട്ടി, രണ്ടാമത്തെ വാല്യൂ കിട്ടി. മൂന്നാമത്തെ വാല്യൂ ഈ ഫോർമുല that is a 2.7 V square by R, the empirical formula which 51.9 കിട്ടി. So from these three values, higher value is 51.9, that is around 52 meter is taken as the length of the transition curve. 52 മീറ്ററിൽ ട്രാൻസ്മിഷൻ കർവ് ആവശ്യമുണ്ട്. So first part of the question is over. Second part le shift ആണ് ചോദിച്ചത്. Shift is equal to LS square by 24R. Substitute ചെയ്യുന്നു. We are getting that shift is equal to 0.51 meter. അര മീറ്ററോളം താഴോട്ട് ഇറങ്ങി നിൽക്കുന്നു curve. Okay. So that minimum value is obtained. Sorry, the shift is obtained. So that problem is over. അടുത്തൊരു question. National highway, so and so conditions, the standard values are given. Again, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ LS കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ പ്രോസസ്സ് വെച്ചിട്ട് സി വാല്യൂ ചെക്ക് ചെയ്യുന്നു, സേഫ് ആണ്, വാല്യൂ കിട്ടി 42.3. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ പേയ്മെന്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട് ടു ബി റൊട്ടേറ്റഡ് അബൌട്ട് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ എഡ്ജ് ടു എഫക്ട് ബാറ്റർ ഡ്രെയിനേജ്. അപ്പോൾ സൂപ്പർ എലിവേഷന്റെ കണ്ടീഷനിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് അറിയണമായിരുന്നു വെദർ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ ഇന്നർ എഡ്ജ് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ. അതിനനുസരിച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിൽ എഗെയിൻ നേരത്തെ ചെയ്ത പോലെ ഈ വാല്യൂ ചെക്ക് ചെയ്യുന്നു, വെദർ ഇറ്റ് ഈസ് ഓക്കെ ഓർ നോട്ട്. അടുത്ത സ്റ്റേജിൽ എഫ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ കണ്ട പോലെ ഇവിടെ ഇവിടെ നമുക്ക് എക്സ്ട്രാ വൈഡനിങ്, നേരത്തെ പ്രോബ്ലത്തിൽ എക്സ്ട്രാ വൈഡനിങ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എക്സ്ട്രാ വൈഡനിങ് പ്ലസ് എക്സിസ്റ്റിംഗ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ദിസ് മച്ച് തന്നിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ വൈഡനിങ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫോർമുല. എക്സ്ട്രാ വൈഡനിങ് WE ഈക്വൽ ടു ദിസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കുന്നു. ദെൻ ടോട്ടൽ പേയ്മെന്റ് വിഡ്ത്ത് കിട്ടി. Substituting everything, we will be getting 63.7. Then final third condition, checking for the minimum value with this equation 34.6. And ഈ മൂന്ന് വാല്യൂയിൽ ഏറ്റവും കൂടുതൽ 63.7 ആണ്. That is around 64 meter. So the design length of the transition curve is 64 meter. സെയിം പ്രോസസ് ആണ്. ശ്രദ്ധിക്കേണ്ടത് അതിൽ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് WE plus W total is given. ഇവിടെ അതിന് പകരം ലോഡിന്റെ വിഡ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ച് നമ്മൾ WE കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ പേയ്മെന്റ് ഒക്കെ എടുത്തിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടേംസ് എന്തൊക്കെയാണ് തന്നതെന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചുള്ള ഫോർമുലാസ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പോർഷൻ ടോപ്പിക് നോക്കുക, ശ്രദ്ധിക്കുക. ഇതിൽ നമുക്കെല്ലാം കണക്റ്റഡ് ആണ്. വിഡ്ത്ത് ഓഫ് ദ പേയ്മെന്റ് ചിലപ്പോൾ എക്സ്ട്രാ വൈഡനിങ് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. സൂപ്പർ എലിവേഷൻ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്തേണ്ടി വന്നേക്കാം. നേരത്തെ ചെയ്ത പോലെ എഫും ഇ ഒക്കെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് മെത്തേഡ് വഴി LS കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഡിഫറെൻറ്റ് ഫോർമുലാസ് ടു ബി യൂസ്ഡ് അറ്റ് മെനി ടൈംസ് അറ്റ് മെനി ഏരിയാസ്. അപ്പം അതിനനുസരിച്ച് എല്ലാ ഫോർമുലയും നോക്കി വെക്കുക, പഠിക്കാം. സോ ബൈ ദിസ് ട്രാൻസിഷൻ കർവ് പോർഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ഫസ്റ്റ് മോഡ്യൂൾ ആണ്. അതുവഴി നമുക്ക് പോർഷൻ തീർക്കാം. ഓക്കെ, ബൈ.